അതിനുശേഷം നമ്മൾ ഷെന്നെ നേരിട്ട് സിയെ കാണാൻ വേണ്ടി ജയിലിൽ ചെല്ലും. അപ്പോഴാണ് അവനെ കണ്ട് അവളും ഷോക്കായി. ഷെൻ ഗൂവിനെ കണ്ട് പോലും അകത്തേറാൻ സാധിക്കുന്നില്ല, പിന്നെങ്ങനെ നീ വന്ന്? അതിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും സി എനിക്കറിയാവുന്ന ഒരു പോലീസ് ഇവിടെ ഉണ്ടായിരുന്നു, അതാ ഞാൻ അകത്തേറിയ. പിന്നെ എനിക്ക് അധികം സമയമൊന്നുമില്ല, എനിക്ക് നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയണം. നിന്നെ ജയിലാക്കിയതിനു ശേഷം ആ മേയർ മരിച്ചുപോയി. ഇപ്പൊ ന്യൂസ് മൊത്തത്തിൽ പറയുന്നത് നീയാണ് ആ മേയറിനെ കൊന്നതെന്ന്. അതുകൊണ്ട് സി ആര് വന്ന് നിന്നോട് ഈ കൊലപാതകം ചെയ്ത നീയാന്ന് സമ്മതിക്കാൻ പറഞ്ഞ നീ അതിന് സമ്മതിക്കില്ലേ? അതിന് അവനും പറയുമ്പം ഇത് കേട്ട അവളും ഷൻ അതൊക്കെ ഞാൻ നോക്കിക്കോളാം, ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ ഇതിനെ വെറുതെ സമ്മതം പറയുന്നത്, പിന്നെ ഞാൻ ജയിലിലായ കാര്യം എന്റെ ഫാമിലിയിൽ അറിഞ്ഞോ? ഇതിന് അവളും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് ഷെന്നും സി നിന്റെ ഫാമിലിക്ക് ഈ ന്യൂസ് ഇതുവരെ പോയിട്ടില്ല, എന്തായാലും അവരറിയാതെ ഞാൻ നോക്കിക്കോളാം. എന്നിട്ട് ഇവര് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെ പോലീസും നമ്മുടെ ഷെന്റെ ടൈം ഓവറായെന്ന് പറയും. അപ്പോഴാണ് അവനും ശരി സി ഞാൻ പോയിട്ട് വരാം. ഇതിന് അവൻ നടക്കുമ്പോഴാണ് പെട്ടെന്ന് സിയും ഷൻ നീ ഗൂവിനെ ഒന്ന് നല്ലോണം നോക്കിക്കോണേ, ഞാൻ അകത്തായതുകൊണ്ട് അവനെ പുറത്തെടുക്കാൻ വേണ്ടി വല്ല പൊട്ടത്തരം കാണിച്ചു വയ്ക്കും. എന്നിട്ട് അവളും പറയുമ്പം ഇത് കേട്ട് അവനും അവനെ ഞാൻ നോക്കിക്കോളാം. എന്നിട്ട് ഷെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങും. അതേസമയം നമ്മുടെ ഗു ഒരാളുടെ വീട്ടിലേക്ക് വന്നേക്കും. അത് വേറെ ആരുമല്ല, ഇതിനുമുമ്പ് നമ്മുടെ ഗു അവന്റെ അച്ഛനായിട്ട് സംസാരിച്ചപ്പം ആരാണ്ട് അവനെ കാണാമെന്നാണ്. അത് നമ്മുടെ ലീ ആണ്. മരിച്ചതിന് മുമ്പേ നമ്മുടെ ലീ ഗുവിനോട് എല്ലാ സത്യം പറഞ്ഞാണ്. എടാ ഗു ആ മേയർ മരിച്ചത് എന്തോ വലിയ പ്ലാൻ ഉണ്ട്, എന്റെ ചിറ്റപ്പന ആ കേസ് നോക്കി ഡോക്ടർ, അവിടെ എന്റെ ചിറ്റപ്പന്റെ വീട്ടിൽ പോ, അവിടെ എന്തെങ്കിലുമൊക്കെ എവിഡൻസിനെ കിട്ടും, അതുകൊണ്ട് നീ സിയെ പുറത്തെടുക്കാൻ നോക്ക്. എന്നിട്ട് അവൻ കൊടുത്ത അഡ്രസ് ആലോചിച്ച് നമ്മുടെ ഗു ലീയുടെ ചിറ്റപ്പന്റെ വീട്ടിൽ നോക്കും. അപ്പോഴാണ് അവിടെ ഡോർ ഓപ്പൺ ആയി കിടക്കുന്നത്. ഇത് കണ്ട് അവൻ അകത്തേക്ക് കയറി നോക്കുമ്പോൾ ഇവന് മുമ്പേ ആ ജപ്പാൻകാരെല്ലാം അവിടെയുള്ള സാധനങ്ങളെല്ലാം അടിച്ചു വരിങ്ങനെ ഇട്ടേക്കും. ഇത് കണ്ടതോടെ നമ്മുടെ ഗു വേറെ വഴിയില്ലാതെ ഡയറക്റ്റ് ആ മേയറിന്റെ ബോഡിയുള്ള ആ ഹോസ്പിറ്റലിൽ പോകും. അങ്ങനെ ഗുവും ഡോക്ടറിനെ പോലെയൊക്കെ വേഷമിട്ട് നൈസിന് ആരും അറിയാതെ ആ ബോഡി അവിടെ നിന്ന് എടുത്തോണ്ട് പോകും. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഷെൻ പറഞ്ഞ പോലെ സിയെ കാണാൻ വേണ്ടി ഒരു പോലീസ് ഓഫീസർ വന്നിട്ടും ഇവളാണ് ആ മേയറിനെ പോയിസൺ കൊടുത്തത് കൊന്നതെന്ന് നമ്മുടെ സിയോട് സൈൻ ഇടാൻ പറയും. അപ്പൊ ഇത് കേട്ട് അവള് സമ്മതിക്കാതെ എന്തുവാ ഞാൻ അയാളെ കൊന്നെന്നോ, ഞാനും സൈൻ എടുത്തില്ല എന്നിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് ആ പോലീസും പെട്ടെന്ന് ആ പേപ്പർ വാങ്ങിച്ചിട്ട് എങ്കിൽ ശരി നിനക്ക് പോലെ ഞാൻ ഇട്ടോളാം എന്നിനെ സിയെ പോലെ സൈൻ ഇടും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ മേയറിനെ കൊന്നത് ആ മേയറിന്റെ കൂടെ നിന്ന കമാൻഡറാണ്. കാരണം അയാൾക്ക് അടുത്ത് മേയറാകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് മേയറിനെ കൊല്ലും. അതിനുശേഷം ആ കുറ്റം നമ്മുടെ സിയുടെ തലയിലാക്കും. എന്നിട്ട് അയാളും നമ്മുടെ സിയെ ഷൂട്ട് ചെയ്ത് കൊല്ലാൻ വേണ്ടി ഓർഡർ ചെയ്തിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അതനുസരിച്ച് നമ്മുടെ സിയെ കൊണ്ട് ദൂരെ നിർത്തി പോലീസുകാരെല്ലാം അവളെ ഷൂട്ട് ചെയ്താൽ കൊല്ലും. അങ്ങനെ ഈ കാര്യമൊക്കെ പത്രം മൊത്തം വരുമ്പോഴാണ് ഇത് കണ്ടതോടെ ഷെന്നിന് വിശ്വസിക്കാൻ പറ്റാതെ അവനും പെട്ടെന്ന് തകർന്നു. അതേസമയം ഈ കാര്യം അറിഞ്ഞിട്ട് മിലിറ്ററി സ്കൂൾ മൊത്തം എന്തുവാ നമ്മുടെ സിയെ അവർ കോടതിയിൽ പോലും കൊണ്ടുപോയിട്ടില്ല, അതിനുമ്പ് ആ പോലീസുകാർ എന്തു ചെയ്യാന്ന് വിചാരിച്ച് സിയെ ഷൂട്ട് ചെയ്ത് കൊന്നു. അവൾ ചെയ്ത ഒരേ ഒരു തെറ്റേ ഉള്ളു, ആ മോശമായ പോലീസുകാരുടെ ഫ്രണ്ട് വെച്ച് അവളുടെ സത്യം തുറന്നു പറഞ്ഞത്. നമുക്കിത് ഇങ്ങനെ വിട്ടാ പോരാ, ആ പോലീസിനെതിരെ നമ്മൾ നീതി ചോദിക്കണം എന്നിന് ഇവരെല്ലാം തയ്യാറാകുമ്പോഴാണ് ഇത് കേട്ട് ഫിറ്റായ കമാൻഡറും എടാ ഈ പ്രശ്നമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ വെറുതെ വിട് എന്നിന് കമാൻഡറും പറയുമ്പം ഇത് കേട്ട് പെട്ടെന്ന് നമ്മുടെ ഷെന്നും ദേഷ്യപ്പെട്ട് കമാൻഡർ സത്യമായിട്ട് സി മരിച്ചോ എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് കമാൻഡറും ഷൻ നീ എന്തോ വിചാരിക്കുന്നത് എന്നിന് അവനോടൊന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും എനിക്ക് വിശ്വാസമുണ്ട് സി മരിച്ചു കാണത്തില്ല, അതുപോലെ തന്നെ ഇവിടെ എന്തോ നടക്കുന്ന സംഭവം നിങ്ങൾ ഞങ്ങളോട് പറയുന്നില്ല, അതെന്തോ എന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളൂ ബാക്കി കാര്യം എന്നിന് അവനും ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോയിട്ട് നമ്മുടെ കമാൻഡർ എവിടെ പോന്നോ അതേ റൂട്ടി അവൻ ഇങ്ങനെ ഫോളോ ചെയ്തു പോകും. പക്ഷെ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ കമാൻഡറും അവനെ പറ്റിച്ച് ഒരു സൈഡിൽ ചെന്നെങ്കിരിക്കും. അങ്ങനെ കമാൻഡറിനെ കാണാതെ നമ്മുടെ ഷെന്നും വഴിമാറി അങ്ങ് പോകും. അതിനുശേഷം നമ്മുടെ ഫിറ്റായ കമാൻഡറും വീട്ടിൽ ചെല്ലുമ്പോഴാണ് അവിടെ ഗുവും സി ഉള്ളത്. അപ്പോഴാണ് ചെറിയ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. നമ്മുടെ ഗു ആ മേയറിന്റെ ബോഡി ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് എടുത്ത് അതിന്റെ റിപ്പോർട്ടറൊക്കെ നേരിട്ട് ആ മേയറിന്റെ കൂടെ ജോലി ചെയ്യുന്ന ആ കമാൻഡറിനോടൊന്ന് കാണിക്കും. അത് പിന്നെ സാർ ആ മേയർ മരിച്ചത് പോയിസൺ ഇഞ്ചക്ട് ചെയ്ത അതിനുള്ള ഫുൾ റിപ്പോർട്ട് ഇതിനകത്തുണ്ട്, ഒരുപക്ഷെ നിങ്ങൾ സിയെ പുറത്താക്കിയില്ലെങ്കിൽ ഞാൻ ഇത് എവിടെ കൊടുക്കണോ അവിടെ കൊടുക്കും എന്നിന് അവനെ പേടിപ്പിക്കുമ്പം ഇത് കേട്ട കമാൻഡറും നമ്മുടെ സിയെ പോലെ വേറൊരാളെ അവിടെ നിർത്തിയാണ് ഷൂട്ട് ചെയ്ത് കൊന്നത്. അപ്പോഴാണ് കമാൻഡറും അത് പിന്നെ സി നീ മരിച്ച കാര്യം അറിഞ്ഞിട്ട് ആ ഷെൻ മാത്രം വിശ്വസിക്കുന്നില്ല, അവൻ എന്നെ ഫോളോ ചെയ്ത് ഇപ്പൊ വീട് വരെ എത്തിയാണ്, കഷ്ടപ്പെട്ട ഞാൻ രക്ഷപ്പെട്ട എന്നിനെ കമാൻഡറും പറയുമ്പോഴാണ് ഇത് കേട്ട് സിയും അപ്പൊ ഞാൻ മരിച്ച കാര്യം അറിഞ്ഞ് കുറെ പേര് കഷ്ടപ്പെടുമായിരിക്കുമല്ല എന്നിന് അവളും പറയുമ്പോഴാണ് കമാൻഡറും എന്തായാലും സി ഇപ്പൊ ലോകത്തിന് നീ മരിച്ച പോലെ തന്നെ ഇരിക്കട്ടെ, അതാ നിനക്ക് സേഫ്, എന്തായാലും ആ മേയറിന്റെ കൂടെ ജോലി ചെയ്യുന്ന കമാൻഡർ നിന്നെ വെറുതെ വിടുന്ന എനിക്ക് തോന്നുന്നില്ല, തൽക്കാലം നിന്റെ സത്യം ആരും അറിയണ്ട, വേണേ ഷെന്നിനോട് പറയാല്ലേ എന്നിനെ കമാൻഡർ ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് ഗുവും അയ്യോ കമാൻഡർ ഷെൻ ഒരിക്കലും ഇത് അറിയല്ലേ, നിങ്ങളല്ലേ പറഞ്ഞ ഈ സത്യം ആരും അറിയാൻ പാടില്ലെന്ന്, അത് സിയുടെ ലൈഫിന് ഡേഞ്ചറാം എന്നിന് അവനും പറയുമ്പം ഇത് കേട്ട് നമ്മുടെ സിയും പൊട്ടി ചിരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് കമാൻഡർ ഒരു സത്യം പറയുന്നത് അത് പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മുടെ ലീ മരിച്ചുപോയി, അവന്റെ ഫാമിലി ആയിട്ട് അവൻ ഈ സ്ഥലം വിട്ട് പോകണമെന്നാ പ്ലാൻ ചെയ്തത്, പക്ഷെ അവൻ മാത്രം പോകാതെ ജപ്പാൻകാരുള്ള സ്ഥലം കണ്ടുപിടിച്ച് അവരെല്ലാരും കൊന്ന് അവസാനം അവനും മരിച്ചുപോയി എന്നിനെ കമാൻഡറും പറയുമ്പോഴാണ് ഇത് കേട്ട് ഇവരുടെ ഷോക്ക് ആകുന്നത്. അതേസമയം നമ്മുടെ ഗു ആലോചിച്ച് നോക്കും, കാരണം അന്ന് സിയെ കുറിച്ച് ഇൻഫോർമേഷൻ പറഞ്ഞപ്പം അവസാനം നമ്മുടെ ഗുവിനെ നോക്കി ഒരു സല്യൂട്ട് ചെയ്ത് കാണും. അങ്ങനെ ഇതൊക്കെ ആലോചിച്ച് നമ്മുടെ ഗു അവനെ കുറിച്ച് പ്രൗഡായിട്ട് ഫീൽ ചെയ്യും. അതേസമയം നമ്മുടെ സീറാങ്ങും ഇപ്പൊ കാണാൻ വന്നേക്കുന്നത് ആ മരിച്ചോയ മേയറിന്റെ കൂടെ ജോലി ചെയ്ത ആ കമാൻഡറിനെയാണ്, കാരണം ഇതിന്റെയൊക്കെ പുറയുള്ളത് നമ്മുടെ സീറാങ് ആണ്. അപ്പോഴാണ് അവളും നീ പറഞ്ഞതുപോലെ ഞാൻ ആ മേയറിനെ കൊന്ന് അടുത്ത ആ പോസ്റ്റ് നിനക്കറിയാൻ വേണ്ടി ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചേക്കുക, പക്ഷെ നീ ഡീൽ ചെയ്ത പോലെ ആ ഷെന്നിന്റെ ഫാമിലി എടുത്ത് നിന്ന് എപ്പോഴാ എനിക്ക് ആ സ്ഥലം വാങ്ങിച്ചു തരാൻ പോന്ന എന്നിന് അവളും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട കമാൻഡറും മാഡം സീറാങ് നിങ്ങൾ എനിക്ക് കുറച്ച് സമയം കൊണ്ട് തരണം, ആ ഷെന്നിനും ചേട്ടന്റെ അടുത്ത് നിന്ന് എനിക്ക് കുറച്ച് സഹായം ആവശ്യമുണ്ട്, അതിനുശേഷം ഞാൻ അവന്റെ സ്ഥലം
എങ്ങനെയൊക്കെ എടുത്ത് നിങ്ങളെ തന്നെ തന്നേക്കാം. എന്നിട്ട് അയാളും പറയുമ്പം ഇത് കേട്ട് അവള് തന്നെ സമ്മതിക്കാതെ, ദാ നോക്കിക്കോ, ഞാൻ നിന്നോട് റിക്വസ്റ്റ് ചെയ്യല്ല, ആ മേയറിനെ കൊന്ന് എനിക്ക് നിന്നെ കൊല്ലാനും അധികം സമയമാകത്തില്ല, അതുകൊണ്ട് പറ്റുമെങ്കിൽ നീ എത്രയും പെട്ടെന്ന് തന്നെ ആ സ്ഥലം എന്റെ പേരിലേക്ക് മാറ്റണം. എന്നിട്ട് അവളും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതേസമയം നമ്മുടെ സോങ്ങും ഫിറ്റായ കമന്റിന്റെ കൂടെ മിസ് ഹൂനെ കാണുമ്പോഴാണ് അവനും ചോദിക്കുന്നത്, അത് പിന്നെ മിസ് ഹൂ, നിങ്ങളെ കാണാൻ ഇന്ന് ലുക്കാണല്ലേ, ഇന്നെല്ലാം പ്രത്യേക ദിവസമാണ്. എന്നിട്ട് അവനും ചോദിക്കുമ്പോൾ ഇത് കേട്ട് അവരും പെട്ടെന്ന് പറയും, ഓ അതൊന്നുമില്ല, ഞാനും കമാൻഡറും കൂടെ ഇന്നാ കല്യാണം കഴിച്ച. എന്നിട്ട് അവര് പറഞ്ഞോടെ ഇത് കേട്ട് ഗൂഞ്ഞെട്ടിയിട്ട്, എന്തുവാ നിങ്ങൾ കല്യാണം കഴിച്ചെന്ന്, ആരും അറിയത് സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യുന്ന, വാ നമുക്ക് ഇന്ന് തന്നെ എൻജോയ് ചെയ്യാം, ഇവിടെ ഏത് വലിയ ഹോട്ടൽ വേണമെങ്കിലും ഞാൻ കൊണ്ടുപോകാം. എന്നിട്ട് അവനും വിളിക്കുമ്പോഴാണ് പെട്ടെന്ന് കമാൻഡറും, ഓ ഒന്ന് മതിയാടാ, ഇത് ആരും അറിയിക്കാൻ വേണ്ടി ഞങ്ങൾ സീക്രട്ട് ആയിട്ട് കല്യാണം കഴിച്ച. എന്നിട്ട് ഇവര് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് പുറത്താരാണ്ട് ഡോർ ഇട്ടുന്നത്. അങ്ങനെ ഈ സൗണ്ടും കിട്ടി നമ്മുടെ കമാൻഡറും തുറക്കുമ്പോഴാണ് പുറത്ത് നമ്മുടെ സൂപ്പർ സ്റ്റാറും ഷെനും ചേട്ടനും കാണുന്നത്. ഇത് കണ്ട് കമാൻഡറും നമ്മുടെ സി അകത്തുള്ള കാര്യം അവർ അറിയിക്കാൻ വേണ്ടി പുറത്തുനിന്ന് സംസാരിക്കാൻ നോക്കും. പക്ഷെ സൂപ്പർ സ്റ്റാർ ഒന്നും കേൾക്കാതെ അകത്തേക്ക് ഡയറക്റ്റ് അങ്ങ് കയറിപ്പോകും. അപ്പോഴാണ് അവര് നേരെ നമ്മുടെ സിയെ കണ്ടിട്ട്, ഓ നീ പെണ്ണാന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ. എന്നിട്ട് അവരെ അടുത്തേക്ക് അങ്ങ് ഇരിക്കും. അപ്പോഴാണ് കമാൻഡറും, പിന്നെ ക്യൂമാൻഡി നീ ഈ സമയത്ത് നിന്നെ എന്നെ കാണാൻ വേണ്ടി വന്ന്. എന്നിട്ട് വീണ്ടും സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പുറത്താരാണ്ട് വീണ്ടും ബെല്ലടിക്കും. ഇത് കേട്ട് കമാൻഡർ വീണ്ടും തുറക്കാൻ പോകുമ്പോൾ അവിടെ വന്നേക്കുന്നത് നമ്മുടെ ഷെൻ. ഇത് കണ്ടതോടെ നമ്മുടെ കമാൻഡറിന് മനസ്സിലായി ഇവൻ എന്ത് പറഞ്ഞാലും പുറത്തേക്ക് പോകത്തില്ലെന്ന്. അതുകൊണ്ട് അവനെയും കൂടെ അകത്തേക്ക് വിളിക്കും. അതിനുശേഷം നമ്മുടെ ഷെൻ അകത്തേക്ക് കയറി ഉടനെ നമ്മുടെ സിയെ തന്നെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കും. എന്നിട്ട് അവനും ചോദിക്കും, സി ഞാൻ നിന്റെ ഫ്രണ്ട് തന്നെയാണോ, നീ മരിച്ചില്ലെന്ന് നീ എന്നോടെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ, നിന്നെ ഓർത്ത് ഞാൻ എത്ര വിഷമിച്ചെന്നറിയോ. എന്നിട്ട് അവനും ചൂടാകുമ്പം ഇത് കേട്ട് സി ഒന്നും പറയാതെ തലയും കുനിച്ചിരിക്കും. അപ്പോഴാണ് ഷെന്നും ചേട്ടനും, ആ സി അവൻ പറയുന്ന കറക്റ്റാ, അവൻ നിന്നെ കുറിച്ച് എത്ര വിഷമിച്ചെന്നറിയോ, നിന്നെ പുറത്തെടുക്കാൻ വേണ്ടി അവൻ കുറെ ട്രൈ ചെയ്ത്, എന്തായാലും അവനിങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട്, നീ തെറ്റായിട്ടൊന്നും എടുക്കല്ല. എന്നിനെ ചേട്ടനും പറയുമ്പോഴാണ് ഇത് കേട്ട് സിയും, ആ ഇല്ല ഇല്ല, ഷെൻ ദേഷ്യപ്പെടുന്നത് കറക്റ്റാ, ഞാൻ അവനോട് സത്യം പറയണായിരുന്നു. എന്നിന് അവളും പറയും. അങ്ങനെ അതേസമയം നമ്മുടെ സൂപ്പർ സ്റ്റാറും കമാൻഡറിനോട് എന്തോ ചോദിക്കാൻ വേണ്ടി വരും. അപ്പോഴാണ് കമാൻഡറും ഹൂവും കൂടെ ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ആകാൻ പോകുന്ന പറയും. ഇത് കേട്ടോടെ നമ്മുടെ സൂപ്പർ സ്റ്റാറും അവർ ചോദിക്കാമെന്ന ചോദ്യം ചോദിക്കത്തില്ല. അതിനുശേഷം ഇവരെല്ലാം പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ സൂപ്പർ സ്റ്റാറും കമാൻഡറും നോക്കി, അത് പിന്നെ നിങ്ങൾക്ക് കിട്ടിയത് ഒരു നല്ല വൈഫിന് കൺഗ്രാറ്റ്സ്. എന്നിന് അവളും പറഞ്ഞ് നമ്മുടെ കമാൻഡർ ഹഗ് ചെയ്തിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അവസാനം വരെ നമ്മുടെ സൂപ്പർ സ്റ്റാർ കമാൻഡറിനോട് ഒന്നും ചോദിച്ചു കാണത്തില്ല. കാരണം നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ അമ്മ വേറെ ആരുമല്ല, നമ്മുടെ കമാൻഡർ ഇതിനു മുമ്പ് സ്നേഹിച്ച പെണ്ണ് മരിച്ചുപോയി കാണും, അവരാണ് നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ അമ്മ. അതിപ്പോഴാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ അറിയുന്നത്. അതുകൊണ്ടാണ് ഒരു അച്ഛന്റെ സ്ഥാനത്ത് നമ്മുടെ കമാൻഡർ ഹഗ് ചെയ്തിട്ട് അവിടെ നിന്ന് പോകും. അതേപോലെ തന്നെ നമ്മുടെ ഷെന്നും സിയും കൂവും കൂടെ സെറ്റായെന്ന് അവന് മനസ്സിലാകും. അതുകൊണ്ട് അവനൊന്നും പറയാതെ അവരൊറ്റയ്ക്കാക്കിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് നമ്മുടെ ഷെന്നും ചേട്ടൻ ചോദിക്കുന്നത്, പിന്നെ ക്യൂമാൻഡിൻ നീ കമാൻഡറിനോട് എന്താ ചോദിക്കാൻ വേണ്ടി അകത്തേറിയ, അതെല്ലാം ചോദിച്ചോ. എന്നിട്ട് അവനും ചോദിക്കുമ്പോൾ സൂപ്പർ സ്റ്റാറും, ഇല്ല, അവരിപ്പം പുതിയ ജീവിതം സ്റ്റാർട്ട് ചെയ്ത് ഇനി ഞാൻ എന്റെ ചോദ്യങ്ങളൊക്കെ ഇറക്കിയ പിന്നെ അവരുടെ ഫീലിങ്സിന് ഞാൻ കാരണം വല്ലതും പ്രശ്നം വരും, അതാ ഞാനങ്ങ് വിട്ട്, ഇനിയിപ്പോ ഞാൻ ഈ സ്ഥലം വിട്ട് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോ. എന്നിട്ട് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് ഷെന്റിങ് ഭയം, എന്തുവാ സ്ഥലം വിട്ട് പോന്നോ, അപ്പൊ ഗുവോ നീ അവനെ വെറുതെ ഇടാൻ പോവാണോ. എന്നിട്ട് അവനും ചോദിക്കും സൂപ്പർ സ്റ്റാറും, എന്തുവാ ഗു, അവനൊക്കെ ഇനി എനിക്ക് കിട്ടത്തില്ല, വേണേ അടുത്ത ജന്മത്തിൽ നോക്കാം. എന്നിട്ട് അവളും പറയുമ്പോഴാണ് ഇത് കേട്ടവിടെ നമ്മൾ ഷെന്നും ചേട്ടൻ സന്തോഷപ്പെട്ട്, എന്നാ പിന്നെ അതിനർത്ഥം എനിക്ക് ഇനിയും ചാൻസ് ഉണ്ടെന്നല്ലേ. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ സെറ്റ് ആവാൻ തുടങ്ങും. അതിനുശേഷം നമ്മുടെ ഫിറ്റായ കമാൻഡറും നേരിട്ട് അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ മെയിൻ കമാൻഡറിനോട് പറയും, എടാ ഞാൻ റിട്ടയർ ആകാൻ പോവാ. എന്നിട്ട് ഈ കാര്യം അറിഞ്ഞോടെ ഹെഡ് കമാൻഡർ ദേഷ്യപ്പെട്ട്, എടാ നിനക്ക് അത്രയും പ്രായമൊന്നായില്ല, നീ ഇതിനെ റിട്ടയർ ആന്ന്. എന്നിട്ട് മെയിൻ കമാൻഡർ ചോദിക്കുമ്പോൾ കമാൻഡറും, അതൊന്നുമില്ല, ഞാൻ ഇപ്പോഴാ ഹൂവിനെ കല്യാണം കഴിച്ച, അവളെ കുറിച്ച് നിന്നോട് പറയണ്ടല്ലേ, ആ ജപ്പാൻകാരായിട്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുക, ഇനിയിപ്പോ ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന സേഫ് അല്ല, അതാ ഞാനങ്ങ് പോവാന്ന് വിചാരിച്ചു. എന്നിട്ട് കമാൻഡർ പറയുമ്പോൾ ഇത് കേട്ട് മെയിൻ കമാൻഡറും, എങ്കിൽ ശരി നീ പോകുന്നേക്കൊക്കെ, പക്ഷെ ഇന്ന് നമ്മുടെ സ്കൂളിലെ പിള്ളേർക്ക് ഒരു മിഷൻ ഉണ്ട്, അവസാനത്തെ മിഷൻ, അതിരുന്നൊന്ന് സക്സസ് ആയിട്ട് തീർത്തിട്ട് പോയാൽ മതി. എന്നിട്ട് കമാൻഡറും പറയുമ്പോഴാണ് പെട്ടെന്ന് ആ സീറാങ്ങിന് വേണ്ടി ജോലി ചെയ്യുന്ന കമാൻഡർ നമ്മുടെ മെയിൻ കമാൻഡറിനെ കാണണം നിൽക്കുന്നത്. ഇത് കാരണം നമ്മുടെ കമാൻഡറും ഫിറ്റായ കമാൻഡറിനോട്, എടാ എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തോണം, നീ സേഫ് ആയിട്ട് പിള്ളേരെയും വിളിച്ചോണ്ട് മിഷൻ സക്സസ് ആക്ക്. എന്നിട്ട് മെയിൻ കമാൻഡറും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. പക്ഷെ ഇവർ പോകുന്ന മിഷനകത്ത് ഒരു വലിയ ട്രാപ്പ് തന്നെ ഉണ്ട്. അതായത് ആ പുതിയതായിട്ട് വന്ന മേയർ നമ്മുടെ അക്കാഡമി പിള്ളേരെല്ലാം കൊല്ലാൻ വേണ്ടി ഒരു പക്ക പ്ലാൻ ചെയ്ത് കാണും. അങ്ങനെ ഈ കാര്യം നമ്മുടെ മെയിൻ കമാൻഡർ അറിഞ്ഞ ഉടനെ പെട്ടെന്ന് ഫിറ്റായ കമാൻഡറിന്റെ വീട്ടിലേക്ക് ഫോൺ വിളിക്കും. അതേസമയം നമ്മുടെ ഗോഡലുണ്ട് പെട്ടെന്ന് ഫോൺ എടുത്ത് നേരിട്ട് പറയാൻ തന്നെ അവൻ ആ മിഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോകും. അങ്ങനെ അവൻ പറയാൻ സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ ആ ഓപ്പോസിറ്റ് ഉള്ള ഗാങ്സ് എല്ലാം ഇവരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. കാരണം നമ്മുടെ മിലിറ്ററി ഭയമ വരുന്ന കാര്യം അവരെപ്പോഴേ പ്ലാൻ ചെയ്ത് വെച്ചേക്കുവാണ്. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ അവരെല്ലാം നമ്മുടെ ടീമിനെ ഷൂട്ട് ചെയ്യുമ്പോൾ മിലിറ്ററി അക്കാഡമി പഠിക്കുന്ന കുറെ ഭയമാര് മരിച്ചു പോകും. അതേസമയം നമ്മുടെ ജിന്നിന്റെ കാലിലും ഒരു ബുള്ളറ്റ് ഒന്ന് കൊള്ളുമ്പോഴാണ് ഇത് കണ്ടോടെ നമ്മുടെ ഗൂ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് അവരെല്ലാം ഇങ്ങനെ ഷൂട്ട് ചെയ്ത് കൊന്നോണ്ടിരിക്കും. അപ്പോഴാണ് ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഫിറ്റായ കമാൻഡറും, ഗൈസ് എല്ലാരും പിന്നോട്ടോ, ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. എന്നിട്ട് അവരെല്ലാരും കൂടെ അവിടെ നിന്ന് പോകാൻ നോക്കും. അപ്പോഴാണ് ഇവർ വരുമെന്ന് മുമ്പേ പ്രെഡിക്ട് ചെയ്ത് കുറെ ആൾക്കാർ അവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഏറ്റിരിക്കും. ഇത് കണ്ടോടെ ഇവരെല്ലാരും കൂടെ അവരെ ഷൂട്ട് ചെയ്ത് കൊന്നിട്ട് ആ വണ്ടിക്കകത്ത് തന്നെ ഇവരെല്ലാം ഇങ്ങനെ കയറും. അപ്പോഴാണ് നമ്മുടെ ഗു ജിൻ വരാത്ത നോട്ട് ചെയ്യുന്നത്. ഇത് കണ്ടോടെ പെട്ടെന്ന് നമ്മുടെ ഗുവും ജിന്നെ അന്വേഷിച്ച് അവൻ അവിടെ നിന്ന് പോകും. അതേസമയം എല്ലാവരും ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ഫിറ്റായ കമാൻഡറും ഇവർ വരാതെ തന്നെ തിരിച്ച് അക്കാഡമിയിലേക്ക് അങ്ങ് പോകും.
അങ്ങനെ നമ്മുടെ പയ്യന്മാരെല്ലാം ബോഡി ഫുള്ളും ചോരയായിട്ട് അവരുടെ കൂട്ടുകാർ മരിച്ചത് കണ്ടിങ്ങനെ വിഷമിച്ചിരിക്കും. അതേസമയം നമ്മുടെ ഷെന്നിന് പോലും വയറ്റിനകത്ത് ഒരു ബുള്ളറ്റ് കയറി കാണും. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഫേസ് ചെയ്ത് ഇവർ സങ്കടത്തിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ മേയറുടെ ആൾക്കാരെല്ലാം വന്ന് നമ്മുടെ മിലിറ്ററി അക്കാഡമിയെ പൂട്ടാൻ പോകുന്നത്. ഇതറിഞ്ഞോടെ ഫിറ്റായ കമാൻഡർ ദേഷ്യപ്പെട്ട് അവരെ തടയാൻ നോക്കും. നിങ്ങൾ എന്തോടെ കാണിക്കുന്നത്? ഞങ്ങളുടെ അക്കാഡമി പൂട്ടാൻ വന്നോ? അതിന് ഞങ്ങൾ എന്തോ തെറ്റിയത്? ഏതേനെ കമാൻഡർ പറയുന്നിട്ട് പിള്ളേരെല്ലാം ശബ്ദം ഉണ്ടാക്കുമ്പോഴാണ് അവന്മാരെല്ലാം പറയുന്നത്, ഓ എന്തിനാ അക്കാഡമി പൂട്ടാൻ പോകുന്നല്ലേ? ഇത് നിങ്ങൾ കണ്ടോ? നിങ്ങളുടെ സ്കൂളിലെ സി എന്ന് പറയുന്ന പെണ്ണ് മരിക്കുന്നതിന് മുമ്പ് എഴുതിയതാ. അതായത് അന്ന് ഗ്രാജുവേഷൻ പാർട്ടിക്ക് വെച്ച് സിയും നിങ്ങളുടെ ഈ കമാൻഡറും കൂടെ ഒത്തുചേർന്ന ഞങ്ങളുടെ മേയറിനെ കൊന്നേന്ന്. എന്നതിന് അന്ന് നമ്മുടെ സിയോട് അനുവാദമില്ലാതെ തന്നെ ആ പോലീസുമാർ ഒപ്പിട്ട പേപ്പർ എടുത്ത് കാണിക്കും. പക്ഷെ ഇതെല്ലാം ഫേക്കാണ്. അങ്ങനെ ഇത് കേട്ട് അവന്മാരെ വിശ്വസിക്കാതെ ഞങ്ങളുടെ കമാൻഡർ അങ്ങനത്തെ ആളൊന്നല്ല, നിങ്ങൾ ചുമ്മാ ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്തത്. എന്നതിന് അവന്മാരെല്ലാം ഫിറ്റായ കമാൻഡറിനെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ഒരു ഷൂട്ടിംഗ് സൗണ്ട് കേൾക്കുന്നത്. അങ്ങനെ ഇവരെല്ലാം ഷോക്കായി തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവന്മാര് നമ്മുടെ ഫിറ്റായ കമാൻഡറിനെ ഷൂട്ട് ചെയ്തും കൊല്ലും. ഇത് കണ്ട് എല്ലാരും പേടിച്ച് അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് നമ്മുടെ കമാൻഡർ മരിച്ചുപോയത് അറിയുന്നത്. ഇത് കണ്ടതോടെ നമ്മുടെ ഷെന്നും ദേഷ്യപ്പെട്ടിരിക്കും. പക്ഷെ അവനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവനിപ്പോ ക്രിട്ടിക്കൽ സിറ്റുവേഷനിലായിരിക്കുന്നത്. അവനെ കൊണ്ട് അനങ്ങാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ട് ഈ ചാൻസ് യൂസ് ചെയ്ത് ആ വന്ന പോലീസ് എല്ലാം, എടാ മക്കളെ, ഇപ്പൊ നിങ്ങളുടെ കമാൻഡർ മരിച്ചില്ലേ, അതേപോലെ തന്നെ നിങ്ങളെ ഞാൻ ഷൂട്ട് ചെയ്ത് കൊല്ലും. നിങ്ങളിപ്പോ ഒരു മിഷന് പോയിട്ട് വന്നേക്കുമല്ലേ, അവിടെ ഞങ്ങളുടെ ആൾക്കാരൊക്കെ മിക്കുള്ളമാര് ഷൂട്ട് ചെയ്ത് കൊന്നല്ലേ, അതേപോലെ നിങ്ങൾക്കും മരണം വേണ്ടെങ്കിൽ ഞാൻ പറയുന്ന പോലെ ചെയ്യും. അതായത് ഞങ്ങളുടെ മേയറിനെ കൊന്നത് നിങ്ങളുടെ ഫിറ്റായ കമാൻഡറാണ്, എല്ലാരും കൂടെ സാക്ഷി പറ. എന്നിന് അവന്മാരും ചോദിക്കുമ്പോൾ ഇത് കേട്ട് നമ്മുടെ പയ്യന്മാരും, ഇല്ല ഞങ്ങളുടെ ജീവൻ പോയാൽ പോലും ഞങ്ങൾ കമാൻഡറിന് ദ്രോഹം ചെയ്യത്തില്ല. എന്നിന് അവന്മാരെല്ലാം പറയുമ്പോഴാണ് ഇത് കേട്ടതോടെ ആ പോലീസുകാരെല്ലാം യുവമാരിട്ടിങ്ങനെ അടിക്കാൻ തുടങ്ങും. അങ്ങനെ ക്രൂരമായിട്ട് ഓരോരുത്തന്മാർ അടിക്കുമ്പോൾ തന്നെ ചുമ്മാതെ വേദനയിരുന്ന അവന്മാരൊക്കെ ഈ അടി കൊള്ളുമ്പോഴത്തേക്കും മരിച്ചു പോകും. കാരണം ഇതിനു മുമ്പ് ബുള്ളറ്റ് കയറി ഇരുന്നവന്മാരാണ് അവന്മാരൊക്കെ. അങ്ങനെ എത്ര അടിച്ചാലും നമ്മുടെ പയ്യന്മാരും ഫിറ്റായ കമാൻഡറിന് വേണ്ടി ദ്രോഹം ചെയ്യത്തില്ലെന്ന് ഉറപ്പായിട്ടിരിക്കും. പക്ഷെ എന്താ ചെയ്യാനാ, ഇവന്മാരടിക്കുന്ന അടിയിൽ കുറെ പേര് മരിച്ചു പോകും. അങ്ങനെ അവസാനം 2-3 മേടിച്ചിട്ട് നമ്മുടെ കമാൻഡറിനെതിരെ സാക്ഷി പറയും. അപ്പോഴാണ് ആ സ്ഥലത്ത് മാസായിട്ട് നമ്മുടെ സി വരുന്നത്. ഇത് കണ്ട് ഇവരെല്ലാം ഷോക്കായി, എന്തുവാ സി ജീവനോടുണ്ടോ? എന്നിന് ഇവരെല്ലാം ഇങ്ങനെ നോക്കും. അപ്പോഴാണ് ഇത് കേട്ട ആ പോലീസും, ഓ സി നീ മരിച്ചില്ലേ? എന്നിന് അവർ തന്നെ അറിയാത്ത പോലെ ആക്ട് ചെയ്യും. അപ്പോഴാണ് ഇത് കേട്ട് സിയും, ഓ എന്തൊരു ആക്ടിങ്, നീയൊക്കെ സിനിമയ്ക്ക് പോയിക്കോട്ടെ, എന്തിനാ പോലീസായ? നിങ്ങൾ തന്നെ എനിക്ക് വരാം വേറൊരാളെ വെച്ച് കൊന്നിട്ട് ഇപ്പൊ ഞാൻ മരിച്ചില്ലെന്ന് ചോദിക്കുന്നു. മര്യാദയ്ക്ക് ഞങ്ങളുടെ മിലിറ്ററി സ്കൂളിനെ വെറുതെ വിട്ടില്ലെങ്കിൽ നമ്മളെല്ലാരും ഇവിടെ തന്നെ മരിച്ചു. എന്നിന് അവളും പേടിപ്പിക്കുമ്പോൾ ഇത് കേട്ട ആ പോലീസും, എന്തുവാ നമ്മൾ എല്ലാരും മരിച്ചു വന്നോ? മരിക്കാൻ പോകുന്ന നിങ്ങളോ? എന്നിന് അവന്മാരും പറയുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ സിയും അവളുടെ ഷർട്ട് ഊരുന്നത്. അപ്പോഴാണ് അതിനകത്ത് ബോംബുള്ളത് അവർ കാണുന്നത്. ഇത് കണ്ട് എല്ലാരും പേടിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ സിയും മാസമായിട്ട്, എങ്കിൽ ശരി നീ ഞങ്ങളെ വിട്ടില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചാവും, എന്തുവാ സമാധാനമായില്ല? എന്നിന് അവള് ചോദിച്ചോടെ ഇത് കേട്ട് അവന്മാരെല്ലാം പേടിച്ച് നമ്മുടെ മിലിറ്ററി സ്കൂളിൽ വിട്ട് അവിടെ നിന്ന് ഓടിപ്പോകും. അതിനുശേഷം നമ്മുടെ സിയും അകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് നമ്മുടെ കമാൻഡർ മരിച്ചുപോയി കാണുന്നത്. ഇത് കണ്ടതോടെ നമ്മുടെ സിയും പൊട്ടിക്കരയാൻ തുടങ്ങും. കാരണം നമ്മുടെ കമാൻഡറാണ് പിള്ളേർക്ക് ഫ്രണ്ട്സിനെ പോലെ സപ്പോർട്ട് ചെയ്തത്. അങ്ങനെ ഈ കാര്യം നമ്മുടെ സിയും മിസ് ഹൂവിനോട് ചെന്ന് പറയുമ്പോഴാണ് അവര് മൊത്തത്തിൽ തകർന്നു പോകും. കാരണം ഇവരിപ്പൊ കല്യാണം കഴിച്ചേ ഉള്ളു. അതിനുമുമ്പ് ഫിറ്റായ കമാൻഡർ മരിച്ചതാലോചിച്ച് ഇവരും തകർന്നുപോയി നേരിട്ടാണാൻ പോകും. അപ്പോഴാണ് അവരും പറയുന്നത്, എടോ കൊച്ചിലെ തൊട്ടേ നമ്മൾ ഒരുമിച്ച് വളർന്ന്, ഇനി പണ്ട് തൊട്ടേ നിന്നോട് ക്രഷ് ഉണ്ടായിരുന്നു. പക്ഷെ നിനക്ക് വേറൊരു പെണ്ണിനോടായിരുന്നു സ്നേഹം. നിന്നെ കിട്ടാൻ വേണ്ടി ഞാൻ കുറെ വെയിറ്റ് ചെയ്തു. പക്ഷെ ഇപ്പൊ നീ പോയില്ല, ഇനി എന്റെ ലൈഫ് ആരോ ഉള്ള? എന്നിന് അവരും വിഷമിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങും. അതേസമയം നമ്മുടെ സിയും ഇവരെ പോലെ തന്നെ കമാൻഡറിനെ കുറിച്ച് ഓർത്തോണ്ടിരിക്കുമ്പോഴാണ് കൂടാതെ നമ്മുടെ ഗൂഢ ഓർമ്മ വരുന്നത്. കാരണം ഗൂ നമ്മുടെ ജിനെ രക്ഷിക്കാൻ വേണ്ടി പോയി കാണും. പക്ഷെ അതിനുശേഷം അവനെ കുറിച്ച് ഒരു വിവരം കിട്ടി കാണത്തില്ല. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം നമ്മുടെ മിസ് ഹൂവും പ്രതികാരം ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫിറ്റായ കമാൻഡറിനെ കൊന്ന ആളിനെ ബോംബ് വെച്ചോണ്ടില്ല. അപ്പോഴാണ് അവർക്ക് കുറച്ചെങ്കിലും ആശ്വാസം വരുന്നത്. പക്ഷെ അതേസമയം ആ സീറാങ്ങിനെ കൊല്ലാനാണ് ഇവരുടെ ഫുൾ പ്ലാനും. അതുപോലെ തന്നെ നമ്മുടെ സി ഇപ്പോഴും ഗൂ വരാത്ത ആലോചിച്ച് അവനെ കുറിച്ച് ഓർത്തിങ്ങനെ വിഷമിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് നമ്മുടെ ഗൂ വന്നിരുന്നിട്ട്, പിന്നെ സി നീ ആരെ കുറിച്ച് ആലോചിക്കുന്നത്? എന്നിന് അവനെ കണ്ടതോടെ നമ്മുടെ സിയും പൊട്ടിക്കരയാൻ തുടങ്ങും. അപ്പോഴാണ് അവനും പറയുന്നത്, സി ഇപ്പൊ എന്തിനാ വെറുതെ വിഷമിക്കുന്നത്? ജിന്നിന്റെ കാലിൽ ബുള്ളറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അവനെ ആശുപത്രി കൊണ്ടാക്കാൻ താമസിച്ചു. ഇനി നീ വിഷമിക്കണ്ട, ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ കാണും. എന്നിന് അവളെ സമ്മാനപ്പെടുത്തും. അതേസമയം നമ്മുടെ സീറാങ്ങും ഇപ്പൊ നേരിട്ട് അവളുടെ ടീമായിട്ട് നേരെ ഷെന്നിന്റെ വീട്ടിൽ തന്നെ എൻ്റർ ആകും. അങ്ങനെ ആ വീട് ഫുള്ളും അവളുടെ കൺട്രോളിലാക്കുമ്പോഴാണ് നമ്മുടെ ഷെന്നൻ ചേട്ടനും ഇത് കണ്ട് താഴേക്ക് വന്നിട്ട്, ഓ ഇതാര് ജപ്പാനിലെ മെയിൻ താരോ? എന്നിന് ഷെന്നൻ ചേട്ടനും ചുമ്മാ കളയായി ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് അവളും ഡയറക്റ്റ് വിഷയത്തിലേക്ക് വരുന്നത്. ഷെന്റിങ് ബായ്, എനിക്ക് നിന്നോട് വലിയ വിരോധമൊന്നുമില്ല, അതുകൊണ്ട് സമാധാനമായിട്ട് നിന്റെ കയ്യിലുള്ള ആ സ്റ്റീൽ ഫാക്ടറി നടത്താതിരിക്കുന്ന ആ സ്ഥലം എനിക്ക് അങ്ങ് തന്നേക്ക്, എനിക്ക് വേറൊന്നും വേണ്ട. എന്നിന് അവളും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് ഷെന്നൻ ചേട്ടനും, നീ ചോദിച്ചാൽ തരാൻ ഞാനിന്ന് നിന്റെ അടിമയെന്ന് വിചാരിച്ച? എന്റെ ജീവനുള്ള വരെ അതിൽ നിന്ന് ഒരു പൊടി മണ്ണോല് നിന്നെ കിട്ടത്തില്ല. എന്നിന് ഷെന്റിങ് ബായും പറയുമ്പോഴാണ് ഇത് കേട്ട് അവളും തിരിച്ചോണ്ട്, ആണോ ഇപ്പം നിന്റെ പാരന്റ്സ് എവിടെ പോയേക്കുന്നത്? ഹോങ്കോങ്ങിലല്ലേ? അവരിപ്പം വീട്ടിൽ തന്നെ ഉണ്ടോന്ന് ഒന്ന് അന്വേഷിച്ച് നോക്ക്. എന്നിന് അവളും പേടിപ്പിക്കുമ്പോഴാണ് ഇത് കേട്ട് ഷെന്റിങ് ബായും പേടിച്ചിട്ട്, സിറാങ് എന്റെ പാരന്റ്സിനോട് സംഭവിച്ച ഞാൻ നിന്നെ വെറുതെ വിടത്തില്ല. എന്നിന് അവനും പേടിപ്പിക്കുമ്പോഴാണ് ഇത് കേട്ട് അവളും, ആണോ എങ്കിൽ പിന്നെ നീ എന്റെ കൂടെ നിന്റെ പാരന്റ്സിനെ കാണാൻ വാ, അവരെന്റെ കസ്റ്റഡിയിലുണ്ട്. ഒരുപക്ഷെ ആ സ്ഥലം എന്റെ പേര്
പേര് നീ മാറ്റില്ലേ? പിന്നെ അവരെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്നതിനെ നമ്മുടെ ഷെൻറ്റിങ് ബായിനെ ലോക്ക് ചെയ്ത് അവളുടെ കൂടെ പുറത്തേക്ക് വിളിച്ചോണ്ട് പോകും, അതായത് ജപ്പാനിലെ ഹെഡ് ക്വാർട്ടേഴ്സിൽ. അതേസമയം ഈ കാര്യം അറിഞ്ഞ് നമ്മുടെ ഷെന്നും ചോക്ലേറ്റ് ബോയും കൂടെ ഗൂനസീനെ കാണാൻ വന്നിട്ട് അവരോട് സഹായം ചോദിക്കും എങ്ങനെയൊക്കെ ഷെന്നിന്റെ ഫാമിലി രക്ഷിക്കാൻ വേണ്ടി. അപ്പൊ ഇത് കേട്ട് ഗൂവും അവൾ അത്രയ്ക്കായോ, എങ്കിൽ പിന്നെ നമ്മളുടെ ഓരോ സമയം വിലപ്പെട്ട് ഇപ്പൊ തന്നെ നമ്മുടെ പ്ലാൻ ഇറക്കണം. എന്നിന് ഇവരെല്ലാരും കൂടെ സീറാങ്ങിനെ തീർത്തളയാൻ വേണ്ടി പ്ലാൻ ചെയ്യും. അതേസമയം ഷെന്നും ചേട്ടനും ആ ജപ്പാന്റെ സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് അവിടെ മെയിൻ കമാൻഡറിനെ അവർ കെട്ടിയിട്ടേക്കുന്നത്. ഇത് കണ്ട് നമ്മുടെ ഷെന്നും ചേട്ടന് ഒത്തിരി വിഷമിക്കും. കാരണം ആ പുതിയതായിട്ട് മേയറാകുന്നവൻ നമ്മുടെ ഹെഡ് കമാൻഡറിനെ അടിച്ച് ഫുള്ള് ചോരയാക്കിയിട്ടേക്കും. അപ്പോഴാണ് ഇത് കണ്ട് സീറാങ് അടുത്തേക്ക് വന്നിട്ട് കമാൻഡർ, ഞാൻ നിങ്ങൾക്കൊരു ഡീൽ ഇരട്ടെ. കാരണം ഞങ്ങളുടെ നാട്ടിലെ കമാൻഡറിനെക്കാളും നിങ്ങളാണ് ബുദ്ധിശാലിയും അതേപോലെ തന്നെ നല്ല പവർഫുൾ ആയ വ്യക്തി. അത് ഞാൻ സമ്മതിച്ചു. അതുകൊണ്ട് നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജോലിയാണെങ്കിൽ ഞാൻ ഇപ്പൊ നിർത്തിയേക്ക് നീ മേയറില്ല, ഇവനെ അടിച്ച് പുറത്താക്കിയിട്ട് ഞാൻ നിങ്ങളെ സ്ഥാനത്തേക്ക് കൊണ്ടുവരാം. ഏതിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് മറ്റൊരു ദേഷ്യപ്പെട്ട്, സീറാങ് നീ ഇപ്പൊ എന്തോ പറഞ്ഞ എന്നെ തീർത്തളയാന്ന്. ഏതിന് അവൾക്ക് നേരെ തോക്കടിച്ചിരിക്കുമ്പോഴാണ് ബാക്കിൽ നിന്ന് സീറാങ്ങിന്റെ ജോലിക്കാരിയും അവനെ ഷൂട്ട് ചെയ്താൽ കൊല്ലും. അങ്ങനെ ഇതേ കണ്ട് നമ്മുടെ ഷെൻറ്റിങ് ഭയം ചിരിച്ചിട്ട്, ദ്രോഹം ഞാൻ കേട്ടിട്ടേ ഉള്ളു, ഇപ്പൊ ഞാൻ നേരിട്ട് കാണുന്നത്. എന്നതിനെ ഷെൻറ്റിങ് ഭയം കളിയാക്കുമ്പോഴാണ് ഇത് കേട്ട് അവളും ദേഷ്യപ്പെട്ട് നോക്കുന്നത്. അപ്പോഴാണ് ഹെഡ് കമാൻഡറും, സീറാങ് നീ എന്നോട് എത്ര പ്രാവശ്യം ചോദിച്ചാലും എന്റെ നാടിന് ഞാൻ ഒരിക്കലും ദ്രോഹം ചെയ്യത്തില്ല, നീ വേണം എന്നെ കൊന്നോ. എന്നതിനെ കമാൻഡർ മാസമായിട്ട് പറഞ്ഞോടെ ഇത് കേട്ട് അവൾ വീണ്ടും നമ്മുടെ കമാൻഡറിനെ അടിക്കാൻ തുടങ്ങും. അതേസമയം നമ്മുടെ ടീമും ഇവരുള്ള സ്ഥലം കണ്ടുപിടിച്ച് അതിന്റെ അകത്ത് എങ്ങനെ കയറണമെന്ന് പ്ലാൻ ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഷെന്നും പറയുന്നത്, ഗൈസ് നമ്മൾ 2 ടീമായിട്ട് താഴേക്ക് പോകാം. പിന്നെ ചോക്ലേറ്റ് ബോയ് നീ ഇവിടുന്ന് ഒരു സ്നൈപ്പറായിട്ട് ഇരിക്കും, ആരെ കണ്ടാലും ഷൂട്ട് ചെയ്ത് കൊന്നേക്ക്, നീ ഇവിടുത്തെ മെയിൻ. എന്നിന് അവനെ സ്നൈപ്പർ ആക്കും. അതിനുശേഷം ഇവരെല്ലാരും കൂടെ ആ സ്ഥലത്തേക്ക് ഇങ്ങനെ അടുക്കുമ്പോഴാണ് കറക്റ്റ് ആ സീറാങ്ങും നമ്മുടെ മെയിൻ കമാൻഡറിനെ സമ്മതിപ്പിക്കാൻ വേണ്ടി കുറെ ഷോക്കൊക്കെ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും. അങ്ങനെ ഈ വേദന സഹിക്കാൻ പറ്റാതെ നമ്മുടെ മെയിൻ കമാൻഡർ ശബ്ദം ഉണ്ടാക്കുമ്പോഴാണ് ഇതേ കേട്ട് പയ്യന്മാർ അലർട്ടായി അവരെങ്ങനെയൊക്കെ പെട്ടെന്ന് കൊല്ലണമെന്ന് പ്ലാൻ ചെയ്യും. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ബോയും ഇനി ഹെഡ് കമാൻഡറിന്റെ അടുത്തേക്ക് ആര് വന്നാലും അവനെ തീർത്ത് കളയാൻ അവന് റെഡി ആയിട്ടിരിക്കും. അപ്പോഴാണ് നമ്മുടെ സീറാങ്ങും ഹെഡ് കമാൻഡർ സമ്മതിക്കാത്തോണ്ട് അയാളെ വിഷം കയറ്റി കൊല്ലാൻ വേണ്ടി പറയും. അങ്ങനെ അതുകൊണ്ട് ഒരു ഡോക്ടറും നമ്മുടെ മെയിൻ കമാൻഡറിന്റെ അടുത്തേക്ക് വരുമ്പോഴാണ് ഇത് കണ്ട ഉടനെ പെട്ടെന്ന് നമ്മുടെ ചോക്ലേറ്റ് ബോയ് അവനെ ഷൂട്ട് ചെയ്താൽ കൊല്ലും. അങ്ങനെ ഈ സൗണ്ട് കേട്ട് ആ ജപ്പാൻകാരെല്ലാം അലേർട്ടാകും. അതേസമയം പെട്ടെന്ന് നമ്മുടെ ഗുവും, ഗൈസ് ഇനി നമ്മുടെ പ്ലാൻ അനുസരിച്ച് പോകാൻ പറ്റും തോന്നുന്നില്ല, ഇനി ആരെ കണ്ടാലും അങ്ങ് ഷൂട്ട് ചെയ്ത് കൊന്നേക്ക്. എന്നതിനെ പ്ലാൻ മൊത്തത്തിൽ കുളവാക്കി ഇവരെല്ലാരും കൂടെ അകത്തേക്ക് എൻ്റർ ആകും. അപ്പോഴാണ് ഇതേ കണ്ട് നമ്മുടെ ഷെന്നിൻ ചേട്ടനെ കളിയാക്കിയ രീതിയിൽ, എന്തോ സീറാങ് ഇത് ജപ്പാനിലെ മെയിൻ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ല, പക്ഷെ നമ്മുടെ പയ്യന്മാർ ഈസി ആയിട്ട് അകത്ത് കയറിയില്ല, ഇത്രയ്ക്കുള്ള നിങ്ങളുടെ സേഫ്റ്റി. എന്നിന് അവനും കളിയാക്കുമ്പോൾ ഇത് കേട്ട് സീറാങ് ദേഷ്യപ്പെട്ടിരിക്കും. അപ്പോഴാണ് ജപ്പാനിലെ മെയിൻ കമാൻഡർ വന്നിട്ട്, സീറാങ് ഇവിടെ എന്തോ നടക്കുന്നത്, അവരെങ്ങനെ അകത്ത് കയറിയ. എന്നിന് അവളോ ടെൻഷനായിട്ട് സംസാരിക്കുമ്പോൾ ഇത് കേട്ട് സീറാങ്ങും, ഓ ജനറൽ നിങ്ങൾ സമാധാനപ്പെട്, എന്റെ ആൾക്കാരിൽ ഇവിടെ ഇല്ല, അവന്മാര് ഒരുത്തം പോലെ രക്ഷപ്പെടത്തില്ല. എന്നിന് അവളും പറഞ്ഞിട്ട് പെട്ടെന്ന് ഷൂട്ടിംഗ് നടത്തും. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ബോയും ദൂരെ ഇരുന്ന് യുവമാർ അകത്ത് കയറാൻ വേണ്ടി ഓരോരുത്തർ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ജപ്പാൻകാരിലെ ഒരു സ്നൈപ്പറും നമ്മുടെ ചോക്ലേറ്റ് ബോയ് ഉള്ള സ്ഥലം കണ്ടുപിടിക്കും. അങ്ങനെ അവനെ നേരെ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ബോയും പേടിച്ച് പെട്ടെന്ന് ദൂരെ വെച്ചെന്നും കൊള്ളിയും. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ബോയ് ഇപ്പോൾ പൊസിഷൻ ഇല്ലാത്തതുകൊണ്ട് ഇവർക്കാരും അകത്ത് കയറാൻ പറ്റാതെ ഇവരെല്ലാം ട്രാപ്പ് ആകും. കാരണം ജപ്പാൻകാരുടെ കുറെ വെപ്പൺസ് ഒക്കെ ഉണ്ട്. ഇവന്മാര് പിടിച്ചിരിക്കാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കറക്റ്റ് ആരും എക്സ്പെക്ട് ചെയ്യാത്ത പോലെ നമ്മുടെ മിസ്ഹു ഒരു വലിയ വെപ്പണായിട്ട് ആ ജപ്പാൻകാരെ അറ്റാക്ക് ചെയ്യും. ഇത് കണ്ടതോടെ എല്ലാവരും ഞെട്ടിയിട്ട് ആരാടത്. എന്നിന് അവരെല്ലാം ഗൂസ് പംപ്സോടെ നോക്കുമ്പോഴാണ് നമ്മുടെ ഹൂ മാസമായിട്ട് അവരൊക്കെ ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് നമ്മുടെ മിസ്ഹുവിന് എങ്ങനെ ഈ വെപ്പണ കിട്ടിയെന്ന്. അത് നമ്മുടെ സിറാങ്ങും ആ ചെങ്ങിന്റെ ഫാമിലിയുടെ മരണത്തിന് മുമ്പും അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസറും അവളെ എന്നേലേക്ക് അവൻ കൊല്ലുന്നു പറഞ്ഞാണ്. അങ്ങനെ അവനാണ് നമ്മുടെ മിസ്ഹുവിന് ഇത്തരം വെപ്പൺസ് കൊടുത്തത്. അങ്ങനെ ഇവരിവിടുന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പിള്ളേർക്ക് ഈസി ആയിട്ട് അകത്തേറാൻ സാധിക്കും. അതേസമയം ഇവരിങ്ങനെ അകത്തേറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ബോയും അവരെ ഷൂട്ട് ചെയ്യാൻ നോക്കും. പക്ഷെ അവന്മാർ വിടാതെ ഇവ അനങ്ങിയാൽ തന്നെ ഷൂട്ട് ചെയ്ത് നടക്ക് റെഡി ആയിട്ടിരിക്കും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കി അവനും പെട്ടെന്നൊരു പ്ലാൻ ചെയ്ത് ഒരു ബോംബ് എടുത്ത് ദൂരേക്ക് എറിയും. ഇതും കണ്ട് അവന്മാരും ആ ബോംബിന് ഷൂട്ട് ചെയ്യുമ്പോൾ ഇവൻ പെട്ടെന്ന് ചാടി അവന്മാരുടെ കണ്ണിൽ തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലും. അതേസമയം അവന്മാർ ഷൂട്ട് ചെയ്തുകൊണ്ട് ഒരു ബുള്ളറ്റ് അവന്റെ അകത്ത് കൊണ്ട് അവനും ബോധമില്ലാതെ മയങ്ങിപ്പോകും. അതേസമയം ഇവന്മാരിൽ അകത്തേക്ക് കയറുമ്പോഴാണ് അവിടെ നമ്മുടെ ലീയെ കൊന്ന ആ ജപ്പാനിലെ മെയിൻ കമാൻഡർ നിൽക്കുന്നത്. ഇത് കണ്ടതോടെ നമ്മുടെ ഗുവും ലീക്ക് വേണ്ടി റിവെഞ്ച് ചെയ്യാൻ വേണ്ടി അവന് നമ്മുടെ ടീമിനോട് പറയും, ഗൈസ് ഇവന് ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെ കൊല്ലണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളെല്ലാവരും അകത്തേക്ക് പോയിക്കോ. എന്നതിന് അവരെ പറഞ്ഞു വെച്ചിട്ട് നമ്മുടെ ഗു അവനായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇവൻ എങ്ങനെയാണോ നമ്മുടെ ലീയെ ദേഹം ഫുള്ളും കീറി കൊന്ന് അതേ കണക്ക് നമ്മുടെ ഗു അവനെ വെട്ടിയിട്ട് ക്രൂരമായിട്ട് അവനെ കൊല്ലും. അപ്പോഴാണ് നമ്മുടെ ഗുവിന് സമാധാനം വരുന്നത്. അതേസമയം നമ്മുടെ ഷെന്നിൻ ടീമും ഇവരുടെ സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് ആ സീറാങ് നമ്മുടെ ഷെന്നിൻ ചേട്ടന്റെ കാല് ഷൂട്ട് ചെയ്തിട്ട് അവരെല്ലാം തോക്ക് താഴെയിടാൻ പറയും. അങ്ങനെ ഇതും കണ്ട് അവന് ടെൻഷൻ ആയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ഷെന്നിൻ ചേട്ടനും, എടാ ഞാൻ മരിച്ചാലും കുഴപ്പമില്ല ഇവളെ കൊന്നേക്ക് എന്നിന് അവന് റിയാക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് കറക്റ്റ് അതേസമയം നമ്മുടെ സി അവിടേക്ക് വന്ന് സീറാങ്ങിന്റെ കൈ ഷൂട്ട് ചെയ്ത് അവളുടെ തോക്ക് തറയെ വീഴ്ത്തിക്കും. അതേപോലെ തന്നെ അവളുടെ അടിമയെ ഷൂട്ട് ചെയ്തും കൊല്ലും. എന്നിട്ട് ഇവരെ അകത്തേക്ക് എൻട്രി കാണിക്കുമ്പോഴാണ് നമ്മുടെ സീറാങ് ദേഷ്യപ്പെട്ടിട്ട്, ഓ സി നീ ആയിരുന്നു പണ്ട് തൊട്ടേ നീ എന്റെ ലൈഫിൽ ഒരു ശല്യം. ആദ്യമേ ഞാൻ ഷെൻ എത്ര ക്ലോസ് ആയിരുന്നു അറിയാം, പക്ഷെ നീ കാരണം ഞങ്ങൾ അകന്ന്. അതേപോലെ തന്നെ എനിക്ക് കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും നീ കാരണം ഒരു തടസ്സമായത്. ഇപ്പൊ നിങ്ങൾക്ക് എന്ത്
വിചാരിക്കുന്നത്? എന്നെ കൊന്നിട്ട് നിങ്ങൾ ജീവനോട് പുറത്താവുന്നതാണോ? എന്നിട്ട് അവൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് അതേ സമയം നമ്മുടെ ചോക്ലേറ്റ് ബോയിനും ബോധം വന്നിട്ട് അവൻ വീണ്ടും പൊസിഷനിലേക്ക് വരും. അങ്ങനെ അവനും നേരെ നോക്കുമ്പോൾ കറക്റ്റ് സീറാങ്ങിനെ പോയിന്റ് ചെയ്യും. അപ്പോഴാണ് സീറാങ് അകത്തിരുന്നോണ്ട് ഇവിടെ ഞാൻ മരിക്കുവാണെങ്കിൽ നിങ്ങൾ എല്ലാരും എന്റെ കൂടെ തന്നെ പോണം എന്നിന് അവളും ഒരു റിമോട്ട് എടുത്ത് ഇങ്ങനെ കാണിക്കും. കാരണം ഈ സ്ഥലം മൊത്തത്തിൽ അവള് ബോംബ് ഫിറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ആ ബട്ടൺ നെക്കിയാൽ മതി മൊത്തത്തിൽ പൊട്ടിതെറിച്ച് ഇവരെല്ലാരും കൂടെ ചാവും. അങ്ങനെ ഇവരെല്ലാം ടെൻഷൻ ആയിരിക്കുമ്പോൾ നമ്മുടെ സീറാങ്ങും ആ ബട്ടൺ അങ്ങ് നിൽക്കും. അതേസമയം ഇതൊക്കെ ദൂരെ നിന്ന് കണ്ടോണ്ടിരുന്ന നമ്മുടെ ചോക്ലേറ്റ് ബോയ് അവളെ ഷൂട്ട് ചെയ്താൽ കൊല്ലും. അങ്ങനെ ഇവള് വീണോടെ പെട്ടെന്ന് അവിടെ ബോംബ് പൊട്ടിയിരിക്കുന്ന സൗണ്ട് കേട്ട് ഇവരെല്ലാരും രക്ഷപ്പെട്ട് അവിടെ നിന്ന് ഓടാൻ നോക്കും. കാരണം ഓരോ സ്ഥലമായിട്ടാണ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ഇവിടുന്ന് അവരെങ്ങനെയൊക്കെ രക്ഷപ്പെടും. അങ്ങനെ ഇവര് പുറത്തിറങ്ങിയോടെ ആ ബിൽഡിംഗ് മൊത്തത്തിൽ ഇടിഞ്ഞ് മൊത്തത്തിൽ തകർന്നു. അങ്ങനെ അതോടെ ജപ്പാൻകാരുടെ ശല്യം എല്ലാം തീർന്ന് ഇതെല്ലാം ഇവര് ആശ്വാസത്തോടെ പുറത്തിരുന്ന് ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം നമ്മുടെ മെയിൻ കമാൻഡറും നമ്മുടെ ഫിറ്റായ കമാൻഡറും അടക്കിയ സ്ഥലത്ത് പോയി ഫീൽ ചെയ്തോണ്ടിരിക്കും. അവരുടെ കൂടെ തന്നെ നമ്മുടെ മിസ്ഹു വരും. ഇവരില്ലെങ്കിൽ ഇന്നലെ ഫൈറ്റ് നമ്മൾ ജയിച്ചു കാണത്തില്ല. അതേപോലെ തന്നെ നമ്മുടെ ഷെന്നിൻ ചേട്ടനും സൂപ്പർ സ്റ്റാർ തിരിച്ച് നാട്ടിലേക്ക് വരുമെന്ന് റെയിൽവേ സ്റ്റേഷന് വെയിറ്റ് ചെയ്യുമ്പോഴാണ് എല്ലാവരും ഇറങ്ങിപ്പോയതിനു ശേഷം നമ്മുടെ സൂപ്പർ സ്റ്റാർ വരത്തില്ല. അതുകൊണ്ട് ഷെന്നിൻ ചേട്ടനും തിരിച്ച് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴാണ് പെട്ടെന്ന് ബാക്കി ഒരു സൗണ്ട് കേൾക്കുന്നത്. ഇത് കേട്ടതോടെ നമ്മുടെ ഷെന്നിൻ ചേട്ടന് മനസ്സിലാവും അത് സൂപ്പർ സ്റ്റാർ ആണ്. അങ്ങനെ സന്തോഷം തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവൾ അടുത്തേക്ക് വന്നിട്ട് ഷെന്റിങ് ബായ് നീ പുതിയ സ്റ്റീൽ ഫാക്ടറി തുടങ്ങാൻ പോകുന്ന അറിഞ്ഞില്ല, അതാ ഞാൻ കൂട്ടിന് വന്ന്. പോരാത്തിന് പുതിയതായിട്ട് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോയില്ല. എന്നിന് അവളും പെട്ടെന്ന് നമ്മുടെ ഷെന്റിങ് ബായിനെ കിസ് ചെയ്യും. കാരണം ഇപ്പോഴാണ് സൂപ്പർ സ്റ്റാർ നമ്മുടെ ഷെന്നിൻ ചേട്ടനെ മനസ്സിലാക്കിയത്. അങ്ങനെ എല്ലാം പെട്ടെന്നായതോടെ നമ്മുടെ ഷെന്നിൻ ചേട്ടന് ഷൈയാവും. അതേസമയം മിലിറ്ററി സ്കൂളിൽ നമ്മുടെ ഗൂവും സിയും കൂടെ അവരുടെ പുതിയ ജീവൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നാട്ടിലേക്ക് പോകാൻ റെഡി ആയിരിക്കുമ്പോഴാണ് ഇത് കണ്ട് ഷെന്നും നീ അവിടെ സേഫ് ആയിട്ട് പോയിട്ട് എന്നെ വിളിക്കണം. അതേപോലെ തന്നെ ഇവ നിന്നെ ശല്യപ്പെടുത്തിയ നീ അപ്പം തന്നെ എന്നെ വിളിച്ചു പറയണം. എന്നിന് അവനും പറയുമ്പോൾ സിയും ഞാൻ എന്റെ ഹെൽത്ത് ഒക്കെ നല്ലോണം നോക്കിക്കോളാം, നീയും സേഫ് ആയിട്ടിരുന്നോ. എന്നിന് അവള് പറയുമ്പോഴാണ് ഇത് കേട്ട് ഷെന്നും അടുത്ത് ഗൂവിനെ നോക്കി സംസാരിക്കാൻ വരും. അപ്പോഴാണ് അവൻ പറഞ്ഞിട്ട് എന്തോ പറയാൻ വരുന്നത്, അവളെ സുരക്ഷയായിട്ട് നോക്കിക്കോണം, അതൊക്കെ ഞാൻ നോക്കിക്കോളാം ബ്രോ. എന്നിന് അവനും പറഞ്ഞ് പെട്ടെന്ന് ഇവ രണ്ടുപേരും കൂടെ നമ്മുടെ ഷെന്നു ഒരു സല്യൂട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ഇവർ സന്തോഷത്തോടെ പോകുന്ന നമ്മുടെ ഷെന്നും നോക്കിക്കൊണ്ടിരുന്ന് പെട്ടെന്ന് അവർക്കൊരു സല്യൂട്ട് എടുക്കും. അങ്ങനെ സിയും ഗൂവും കൂടെ അവരുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോയി. അതേസമയം നമ്മുടെ ഷെന്നും തിരിച്ച് മിലിറ്ററി സ്കൂളിലേക്ക് പോകുമ്പോഴാണ് ഇപ്പൊ മിലിറ്ററി സ്കൂളിൽ ചേരാൻ വേണ്ടി കുറെ സ്റ്റുഡൻസ് വന്നേക്കും. അതേപോലെ തന്നെ ഇവർ ടീച്ചേഴ്സ് വേറെ ആരുമില്ല, നമ്മുടെ ജിന്നും ചോക്ലേറ്റ് ബോയ് ഒക്കെയാണ്. അതിലും മെയിൻ ആയിട്ട് ഇവരുടെ പുതിയ മെയിൻ കമാൻഡർ നമ്മുടെ ഷൻ. അങ്ങനെ എത്ര പേര് ഈ മിലിറ്ററി അക്കാഡമി അടയ്ക്കാൻ നോക്കിയാലും നമ്മുടെ ടീം പുതിയ പുതിയ ആൾക്കാരെ ആർമിയിലേക്ക് എടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു മാസ് മൂവ്മെന്റ് ആയിട്ട് നമ്മളോട് ആർസണൽ മിലിറ്ററി അക്കാഡമി ഡ്രാമ ഇവിടെ തിരികെയാണ്. ആരും പോവല്ലേ, കാരണം ഈ ഡ്രാമയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത 2 സീൻസ് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആദ്യം തൊട്ടേ കണ്ടവർക്ക് ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടാണ്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ദിവസമൊക്കെ ഇടാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ട് ഒരു ഡ്രാമയുടെ ഫ്ലോ ചില ദിവസമൊക്കെ നഷ്ടപ്പെട്ടാണ്, അതിനെല്ലാം സോറി. ഇനിയെങ്കിലും നമ്മൾ ഡെയിലി ഒരു ഡ്രാമ സ്റ്റാർട്ട് ചെയ്താൽ ഇടാൻ നോക്കാം. ഇപ്പൊ നമുക്ക് ഈ ഡ്രാമയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത ആ ഡിലീറ്റഡ് സീൻസിലേക്ക് പോകാം. നമ്മുടെ ലീക്ക് പണ്ട് തൊട്ടേ ഒരു ഡൗട്ട് ഉണ്ട് സി ഒരു പെണ്ണാണെന്ന്. അത് എല്ലാവരോടും പ്രൂവ് ചെയ്യാനാണ് അവന്റെ ഒരേ ഒരു ലക്ഷ്യം. അങ്ങനെ സി ഡ്രസ് ചേഞ്ച് ചെയ്തിരിക്കുന്ന സമയം നോക്കി നമ്മുടെ ലീ എല്ലാരും വിളിച്ച് കാണിക്കാൻ വരുമ്പോഴാണ് ഇത് അറിഞ്ഞ ഉടനെ നമ്മുടെ ഗൂവും പെട്ടെന്ന് അവളെ വിളിച്ചോണ്ട് റൂമിലേക്ക് അങ്ങ് പോകും. അപ്പോഴാണ് ഇവരെല്ലാം അകത്ത് കയറിയിട്ട് എടാ ആ ഓടിപ്പോയ പെണ്ണ് ഇവിടെല്ലാം കാണൂടാ എന്നിനെ ഓരോ ഡോറും ചെക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ സിയും ഇനി രക്ഷയില്ലെന്ന് പറഞ്ഞ് അവളെ ഇനി പേടിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഗു പെട്ടെന്ന് ഒരു പ്ലാൻ ചെയ്ത് അവളെയും കിസ് ചെയ്യും. അതേസമയം യുവമാരും ഒന്ന് അകത്തേക്ക് നോക്കുമ്പോഴാണ് ഇവർ രണ്ടിനും കിസ് ചെയ്യുന്നത്. ഇത് കണ്ടോടെ അവര് ഷോക്കായി, എന്തുവാടാ ഇത്, നമ്മുടെ ഗു അങ്ങനത്തെ ആളായിരുന്നു. എന്നിന് അവന്മാര് നോക്കുമ്പോഴാണ് ഇത് കണ്ട് ഗുവും എന്തുവാടാ അങ്ങോട്ട് പോയാ ഞങ്ങൾ റൊമാൻസ് ചെയ്യുന്നുണ്ടില്ല. എന്നിന് അവന്മാര് ദേഷ്യപ്പെട്ട് പുറത്താക്കും. അങ്ങനെ അവരെല്ലാരും കൂടെ ഇവരുടെ ഒരു ഗേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് സിയും അവനിങ്ങനെ കിസ് ചെയ്തോണ്ട് പെട്ടെന്ന് ഗൂനടിക്കും. അതിനുശേഷം നമ്മുടെ ഗൂവിന്റെ റിയാക്ഷൻ നിങ്ങൾ തന്നെ കണ്ടോ. എന്നിട്ട് ഇവരെല്ലാരും കൂടെ പുറത്തിങ്ങനെ ട്രെയിനിങ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സിയും ഗൂവും കൂടെ ഒരേ ടീം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവൻ ആ ചാൻസ് യൂസ് ചെയ്ത് പെട്ടെന്ന് നമ്മുടെ സിയെ കിസ് ചെയ്യും. ഇത് കണ്ടതോടെ അവരെല്ലാം ഷോക്കാവും, എന്തോടെ ഇവിടെ നടക്കുന്നത്. എന്നിട്ട് അവർ നോക്കുമ്പോഴാണ് നമ്മുടെ സിക്ക് മൊത്തത്തിൽ നാണക്കേടായി അവളും ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇത് കണ്ട് കമാൻഡറും സി നീ എവിടെ പോന്ന് എന്നിട്ട് അവളെ തടഞ്ഞെടുത്താൻ നോക്കും. അപ്പോഴാണ് ഇത് കണ്ട് ഗൂ അടുത്തേക്ക് എന്നിട്ട് കമാൻഡർ നിങ്ങൾ അവനെ വിളിക്കണ്ട, ഞാൻ അറിയാതെ അവനെ കിസ് ചെയ്ത് അതാ അവൻ നാണിച്ചിട്ട് പോയ. എന്നിട്ട് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് കമാൻഡർ ടെൻഷനായി, നീ ഇപ്പം എന്തോ പറഞ്ഞ കേട്ടില്ല കമാൻഡർ, ഞാൻ അവനെ കിസ് ചെയ്ത്. എന്നിട്ട് അവൻ പറഞ്ഞോടെ കമാൻഡറും പെട്ടെന്ന് എന്റെ കൈ തട്ടിയിട്ടിട്ട് ഇനി മേലെ നീ എന്റെ അടുത്തേക്ക് വന്നു പോയല്ലേ, മനസ്സിലായല്ലേ നാണില്ലാത്തവൻ. അവൻ ഗേന്ന് വിചാരിച്ച് പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോവും. അങ്ങനെ ഇതും കണ്ട് അവല്ല ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. അങ്ങനെ അതോടെ നമ്മുടെ ഡ്രാമ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ആരെയെന്ന് താഴെ കമന്റിൽ പറയുക. ആദ്യം ലീയൊക്കെ നമുക്ക് ഒരു ദുഷ്ടനായിട്ടാണ് കാണിച്ചത്, പക്ഷെ അവസാനം എല്ലാവരുടെ മനസ്സിലും നമ്മുടെ ലീക്ക് ഒരു സ്ഥാനം വരും. അതുപോലെ തന്നെ ഡ്രാമ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തിട്ട് പുതിയ ഡ്രാമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക.